ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. തപോവനം ശ്രീ സത്യസായി സച്ചരിതം പ്രശ്നോത്തരി, ഭാഗം 13, അധ്യായം 12, ആതുര സേവാ മന്ദിരം. ശ്രീ സത്യസായി ജനറൽ ആശുപത്രി സ്ഥാപിച്ചത് ആരുടെ പ്രാർത്ഥനയാലാണ്? സായി അവതാരത്തിൻ്റെ മാതാവായ ഈശ്വരാംബ ഗ്രാമീണരുടെ രോഗാവസ്ഥയിൽ പുട്ടപ്പർത്തിയിലൊരു ആശുപത്രി ഇല്ലാത്തതിനാൽ അവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കാണാറുണ്ടായിരുന്നു. ദയാമയ്യായ ആ അമ്മ പുട്ടപ്പർത്തിയിലൊരു ആശുപത്രി വേണമെന്ന് സ്വാമിയോട് അപേക്ഷിച്ചു. തൽഫലമായി 1956 സാധുജനങ്ങൾക്ക് വേണ്ടി തീർത്തും സൗജന്യമായി ചികിത്സ നൽകുന്നതിനായി ജനറൽ ആശുപത്രി സ്ഥാപിച്ചു. വൈദ്യനാഥനായ സ്വാമി തന്നെയാണ് ഡോക്ടർക്ക് രോഗം പോലും തിരിച്ചറിയാനാവാത്ത സന്ദർഭങ്ങളിൽ രോഗിയെ സുഖപ്പെടുത്തിയിരുന്നത്. തങ്ങൾ സ്വാമിയുടെ തൃക്കരങ്ങളിലെ വെറും ഉപകരണങ്ങൾ മാത്രമാണെന്ന് ഡോക്ടർമാർക്കും മറ്റ് ആശുപത്രി ജീവനക്കാർക്കും നല്ലതുപോലെ വ്യക്തമായിരുന്നു. 1990 നവംബർ 22 തറക്കല്ലിട്ടുകൊണ്ട് അടുത്ത വർഷം ഇതേ സമയം ഇതേ ദിവസം പൂർണ്ണമായും സൗജന്യമായി ചികിത്സ നൽകുന്ന ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാമി പ്രഖ്യാപിച്ചു. 1991 നവംബർ 21 ലോകത്തിലെ മറ്റൊരു അത്ഭുതം പോലെ പൂർണ്ണമായും സൗജന്യമായി ഹൃദയം, കണ്ണ്, വൃക്കകൾ, അസ്ഥിരോഗങ്ങൾ, പ്ലാസ്റ്റിക് സർജറി തുടങ്ങിയ ലക്ഷങ്ങൾ വേണ്ടിവരുന്ന സർജറികൾക്കും ചികിത്സയ്ക്കും വേണ്ടി ആശുപത്രി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. സൂപ്പർ സ്പെഷ്യാലിറ്റി പ്ലാൻ ഡിസൈൻ ചെയ്തത് ആരാണ്? അദ്ദേഹത്തിനുണ്ടായ അനുഭവം എന്താണ്? ലണ്ടനിലെ പ്രിൻസ് ഓഫ് വെയിൽസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചറിൻ്റെ ഡയറക്ടറായിരുന്ന പ്രഗത്ഭനായ ശില്പി ഡോക്ടർ കെയ്ത്ത് ക്രിച്ച്ലോ ആണ് പുട്ടപ്പർത്തി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ പ്ലാൻ ഡിസൈൻ ചെയ്തത്. ലണ്ടനിലെത്തിയ ശില്പി സ്വാമിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്ലാൻ വരയ്ക്കുവാൻ തുടങ്ങി. പക്ഷേ അദ്ദേഹത്തിന് വിജയിക്കുവാനായില്ല. ഒരു സുഹൃത്തിൻ്റെ ഉപദേശപ്രകാരം താൻ സ്വാമിയുടെ തൃക്കരങ്ങളിലെ ഒരു ഉപകരണം മാത്രമാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് സമ്പൂർണമായി സ്വാമിയെ ശരണം പ്രാപിച്ചു. അദ്ദേഹം നീളമുള്ള വലിയൊരു ഡ്രോയിങ് പേപ്പർ എടുത്ത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരൊറ്റ ശ്രമത്താൽ ആശുപത്രിയുടെ പ്ലാൻ വരച്ചു. ഓരോ അറ്റത്തും ഓരോ വാർഡുകൾ ചേർത്ത് സ്വാമി നിർദ്ദേശിച്ചതുപോലെ പ്രേമഹസ്തങ്ങളാൽ വരുന്നവരെ ആലിംഗനം ചെയ്യുന്നത് പോലെ ഇരുവശത്തേക്കും നീട്ടി മധ്യത്തിലേക്ക് വളഞ്ഞിരിക്കുന്നത് പോലെ വരച്ചു. ആശുപത്രിയുടെ നിർമ്മാണ ചുമതലയുടെ മേൽനോട്ടം സ്വാമി ആരെയാണ് ഏൽപ്പിച്ചത്? സ്വാമിയുടെ നിർദ്ദേശപ്രകാരം എഞ്ചിനീയറായ ബ്രിഗേഡിയർ ബോസാണ് മേൽനോട്ടം വഹിച്ചത്. 1988 ഒക്ടോബറിൽ സ്വാമി പുനർജന്മം നൽകിയ മഹാഭക്തനായ ബ്രിഗേഡിയർ ബോസ് തന്നെയായിരുന്നു ഈ ദൗത്യം ഏറ്റെടുത്തത്. ലാഴ്സൺ ആൻഡ് ട്യൂബ്രോ വഴി 2000 ജോലിക്കാരെ നിയമിച്ച് സമസ്ത ഭാരവും സ്വാമിയിൽ സമർപ്പിച്ചുകൊണ്ട് ബോസ് കർമ്മനിരതനായി രാപ്പകൽ തടസ്സമൊന്നുമില്ലാതെ ജോലികൾ ചെയ്ത് 1991 ഒക്ടോബർ 15 ആയപ്പോഴേക്കും കെട്ടിടത്തിൻ്റെ പണി തീർത്തു. സർ ഐസക് ടിഗ്രറ്റ് ആവശ്യമുള്ള ധാരാളം വൈദ്യോപകരണങ്ങൾ വിമാനമാർഗം ആശുപത്രിക്ക് സമീപം നിർമ്മിച്ചിരുന്ന ശ്രീ സത്യസായി വിമാനത്താവളത്തിൽ എത്തിച്ചു. അത്യാധുനികമായ എല്ലാ സാമഗ്രികളും ഒരുക്കിക്കൊണ്ട് 4 ഹൃദയ ശസ്ത്രക്രിയകൾ ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആശുപത്രി ലക്ഷക്കണക്കിന് സാധുക്കൾക്ക് സൗജന്യമായി സർജറിയും ചികിത്സയും ഇന്നും നൽകിക്കൊണ്ടിരിക്കുന്നു. സായി പ്രസാദത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്ന സംഭവം ചുരുക്കി പറയുക. ഹൃദയത്തിൽ 2-3 ദ്വാരങ്ങളുള്ള ഒരു പിഞ്ചു കുഞ്ഞുമായി ദമ്പതികൾ ആശുപത്രിയിലെത്തി.
രോഗം ഗുരുതരമായതിനാൽ ഓപ്പൺ ഹാർട്ട് സർജറിക്ക് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭ്രാന്തനായ പിതാവ് രാവിലെ ദർശനത്തിനും പ്രാർത്ഥനയ്ക്കുമായി പ്രശാന്തി നിലയത്തിലെത്തി. സ്വാമി ദർശനത്തിന് വന്നപ്പോൾ ഒരു ചെറിയ ബാലൻ നീട്ടിയ താലത്തിൽ നിന്നും മിഠായികളെടുത്ത് ഭക്തജനങ്ങൾക്കിടയിലേക്ക് വാരി എറിഞ്ഞു. തകർന്ന ഹൃദയവുമായിരിക്കുന്ന പിതാവിൻ്റെ മടിയിലും ഒരു മിഠായി വന്നു വീണു. അത് സ്വാമിയുടെ വിശുദ്ധ പ്രസാദമായി സ്വീകരിച്ചുകൊണ്ട് അയാൾ സന്തോഷത്തോടെ ആശുപത്രിയിലെത്തി. കുഞ്ഞിനെ കൊണ്ട് ആ മിഠായി കഴിപ്പിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ശസ്ത്രക്രിയയ്ക്കായി കുട്ടിയെ കൊണ്ടുപോയി. ഡോക്ടർമാർ അവസാന നിമിഷത്തിലെ എക്സ്റേ എടുത്തു. കുഞ്ഞിന് യാതൊരു പ്രശ്നവും കാണുന്നില്ല. ഡോക്ടർമാർ സ്തബ്ധരായി. സർജറി വേണ്ടെന്ന് വെച്ച് കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്തു. സർവശക്തനായ സ്വാമിയുടെ കരസ്പർശം കൊണ്ട് പൂരിതമായ ആ പ്രസാദം കുഞ്ഞിനെ സുഖപ്പെടുത്തി. രോഗി ഒന്നും ചോദിച്ചില്ല, സ്വാമി ഒന്നും പറഞ്ഞതുമില്ല. എന്തൊരു മഹനീയമായ ശക്തി, കാരുണ്യം, പ്രേമം! സ്വാമി മാത്രമാണ് തങ്ങൾ, സ്വാമിയുടെ തൃക്കരങ്ങളിലെ ഉപകരണങ്ങൾ മാത്രം എന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ഡോക്ടർമാർ മനസ്സിലാക്കിയ സംഭവം ഏതാണ്? നിരവധി രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ഹൃദയരോഗിയുടെ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ഡോക്ടർമാർ വിസമ്മതിച്ചു. തന്നെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി ആരോഗ്യത്തോടെ ജീവിക്കുവാൻ അനുവദിക്കണമെന്ന് അയാൾ ഭഗവാനോട് ഉത്കടമായി പ്രാർത്ഥിച്ചു. ഓപ്പറേഷനു വേണ്ടി മുന്നോട്ടു പോകണമെന്നും ഒന്നും സംഭവിക്കില്ലെന്നും ഞാൻ നോക്കിക്കോളാമെന്നും സ്വാമി ഡോക്ടർമാർക്ക് ഉറപ്പുകൊടുത്തു. ശസ്ത്രക്രിയ വിജയകരമായി നടന്നു. രോഗി സുഖമായിരിക്കുന്നുവെന്ന് ഡോക്ടർമാർ സ്വാമിയെ അറിയിച്ചു. സങ്കീർണമായ ശസ്ത്രക്രിയ നടത്തുമ്പോൾ വീഡിയോ എടുക്കുന്നത് ആശുപത്രിയിലെ പതിവാണ്. ആ വീഡിയോ ഫിലിമുകളിൽ ഒന്ന് കാണുവാൻ സ്വാമി ഡോക്ടറോട് ആവശ്യപ്പെട്ടു. വീഡിയോ കണ്ടപ്പോൾ അവർ വിസ്മയിച്ചുപോയി. ഓപ്പറേഷൻ ടേബിളിന് ചുറ്റും സ്വാമി വിവിധ രൂപത്തിൽ അവരിൽ ഓരോരുത്തരുടെയും സാമ്യമുള്ള രൂപത്തിൽ നിൽക്കുന്നതായി അവർ കണ്ടു. തങ്ങളുടെ അഹന്തയിൽ നിന്നും മോചിതരായ അവർക്ക് സ്വാമിയുടെ തൃക്കരങ്ങളിലെ വെറും ഉപകരണങ്ങൾ മാത്രമാണ് തങ്ങൾ എന്ന് ബോധ്യമായി. അതീവ വിനയത്തോടെ അവർ സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചു. ഭക്തന്മാരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സർവശക്തനായ ഈശ്വരൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ആശുപത്രിയുടെ ആവശ്യമെന്താണ്? സ്വാമിയുടെ ഈ സംശയത്തിന് സ്വാമി നൽകിയ ഉത്തരമാണ് താഴെ പറയുന്നത്. ഈ ഒരു ആതുരാലയം മാത്രമല്ല, എല്ലായിടത്തുമുള്ള ഓരോ ആശുപത്രിയും തൻ്റേതാണ്. മാത്രവുമല്ല, സഹായം തേടി ഹൃദയപൂർവ്വം ആര് എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും അത് ഏത് ഭാഷയിലായാലും ഞാൻ വിളി കേൾക്കുന്നതും സഹായം നൽകുന്നതും താൻ തന്നെയാണ്. പ്രശാന്തി നിലയത്തിനു ചുറ്റുമുള്ള ഏതാനും ഏക്കറുകളിൽ തന്നെ പരിമിതപ്പെടുത്തരുതെന്നും പ്രശാന്തിക്കായി ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അയാൾ ഇരിക്കുന്നിടം പ്രശാന്തി നിലയമായി മാറുമെന്നും സ്വാമി പ്രഖ്യാപിച്ചു. മാത്രവുമല്ല, ഈ ആശുപത്രി വിശ്വാസത്തെ ദൃഢമാക്കുവാൻ സഹായിക്കുകയും ഈശ്വര മഹിമ അറിയുവാൻ പ്രാപ്തി നൽകുകയും ചെയ്യും. ചില ആളുകൾ മരുന്നിനെയും കുത്തിവയ്പ്പിനെയും ദൃഢമായി വിശ്വസിക്കുന്നു. അത്തരം ആളുകൾക്ക് വേണ്ടിയാണ് വൈദ്യചികിത്സ ഏർപ്പാട് ചെയ്യേണ്ടത്. എൻ്റെ കർത്തവ്യമാണ്. അതിന് ഒരു ആശുപത്രി അത്യാവശ്യം തന്നെയാണ്. സർവവ്യാപിയും സർവശക്തനുമാണ് സ്വാമി എന്ന് ദൃഢമായി വിശ്വസിക്കുന്നവരുടെ രോഗങ്ങൾ ഒരു നോട്ടം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ വിഭൂതി കൊണ്ടോ ഒരു മൃദുസ്പർശം കൊണ്ടോ തൻ്റെ സാന്നിധ്യം കൊണ്ടും മാത്രമോ ഭേദമാക്കിയ എണ്ണമറ്റ ലീലകളാണ് സ്വാമിയുടെ ജീവിതത്തിൽ അരങ്ങേറിയിരിക്കുന്നത്. ഓരോരുത്തർക്കും അനുയോജ്യമായ ചികിത്സ ഏതാണെന്ന് സ്വാമി മാത്രം അറിയുന്നു. അതിനാൽ ചികിത്സാരീതികളും വ്യത്യസ്തമായിരിക്കും. ഉദാഹരണ സഹിതം സമർത്ഥിക്കുക. ഒരിക്കൽ പ്രശാന്തി നിലയത്തിലെ ഒരു ഡോക്ടറായ സീതാരാമയ്യ അനാരോഗ്യം മൂലം കിടപ്പിലായി. സ്വാമി അദ്ദേഹത്തിൻ്റെ മുറിയിലെത്തി. ഡോക്ടറുടെ സമീപത്തിരുന്നു കൊണ്ട് ഒരു ആപ്പിൾ തൃക്കൈയാൽ മുറിച്ചു നൽകി. സ്വാമിയുടെ കൂടെ ഉണ്ടായിരുന്ന ശ്രീ കസ്തൂരി രോഗം പോലും മഹാഭാഗ്യം നൽകി.
ഈശ്വരൻ സ്വയം ആപ്പിൾ മുറിച്ചു നൽകി എനിക്കും രോഗം വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് മനസ്സിൽ കരുതി. കുറച്ചു കാലം കഴിഞ്ഞ് കസ്തൂരിക്ക് നടുവേദന മൂലം കിടപ്പിലായി. സ്വാമി തന്നെ കാണാനെത്തുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. പക്ഷേ വേഗത്തിൽ സ്വാമിയുടെ മുറിയിലെത്തണമെന്ന് ഭഗവാന്റെ സന്ദേശമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഭഗവാൻ ഒരു കെട്ട് പുതിയ കലണ്ടറുകൾ ഏൽപ്പിച്ചുകൊണ്ട് ഓരോ മുറിയിലും അത് എത്തിച്ചു കൊടുക്കുവാൻ കൽപ്പന നൽകി. പ്രശാന്തി നിലയത്തിലെ കെട്ടിടങ്ങളിൽ ഓരോ നിലയിലുമുള്ള മുറികളിൽ കയറി ഇറങ്ങി കസ്തൂരി അവ വിതരണം ചെയ്തു. ആരുടെയും സഹായ വാഗ്ദാനം അദ്ദേഹം സ്വീകരിച്ചില്ല. കാരണം ഭഗവാന്റെ ഈ ചികിത്സാ രീതിയുടെ രഹസ്യം ഭക്തനായ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. സർവാന്തര്യാമിയായ ഭഗവാൻ അറിയാതെ ഒരു ചെറിയ ചിന്ത പോലും നമ്മിൽ ഉണ്ടാവുകയില്ലെന്ന് നാം ഓർക്കണം. ജയ് സായിരാം.